ഹരിയാ ഹരേ അത് ഞാൻ രണ്ടു മൂന്ന് സ്ഥലത്ത് പോവാണ്ടായി. ഈ തുടങ്ങിയില്ലേ? ഇതല്ലോ വിസ്കി. നല്ല ദാഹം. വെള്ളം വേണ്ട, ഇത് മതി. ഇത് റഷ്യക്ക് കൊടുന്ന അല്ലേ? കുറച്ച് കട്ടിലുണ്ട്. ഞാനേ ആ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യം പറഞ്ഞില്ലേ, അതൊന്നും സംസാരിക്കാൻ വേണ്ടിട്ട് വേറെ ടീമിന് വേണ്ടിട്ടാണ്. കുഞ്ഞിമോനക്ക് ഉണ്ടായിരുന്നു. കുഞ്ഞിമോനക്ക് അല്ലാണ്ട് ഈ കച്ചവടം നടക്കില്ലല്ലോ. അയ്യോ സെക്കൻഡ് തലവേദന വന്ന് കേറിയിട്ടുള്ള അപ്പോഴത്തേനും ആരെ വിളിക്കുക അങ്ങനെ? ഒരു സെക്കൻഡ്. പറഞ്ഞോ. എന്തടി? ഇവിടെ എത്തിയേക്കുന്നു. മഴ ഒന്നും ഉണ്ടായിരുന്നു. ഞാൻ അവിടെ എത്തിയിട്ടുള്ളൂ. എന്തിനാ ഇടക്കിടക്ക് വിളിച്ചുകൊണ്ടിരിക്കുക? ഞാൻ വരുന്ന സമയത്ത് എത്ര പ്രാവശ്യമായി വിളിക്കണ? ഇവിടെ ഒന്നും വന്നിട്ട് ഒരു സൗകര്യം തന്നൂടെ എനിക്ക്? ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ വന്നിട്ടല്ലേ കഴിക്കുള്ളൂ. ഞാനിപ്പോ ജസ്റ്റ് ഹരിനായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ട്. ഞാൻ പറയില്ല ഒരു പ്രോപ്പർട്ടിയുടെ കാര്യം സംസാരിക്കാണ്ടെന്ന്. ഈ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നുണ്ട് ഇതിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും സംസാരിക്കാൻ പറ്റും പൊന്നാര മോളെ? ഈ കട്ട് ചെയ്തോ? ഞാൻ വരണ്ട്. ഞാൻ അത് കഴിഞ്ഞിട്ട് എല്ലാം ക്ലിയർ ആയതിനു ശേഷം വരണ്ട് കേട്ടോ. ഒന്ന് സംസാരിക്കട്ടെ. ഓക്കെ. ഈ ഇടക്കിടക്ക് എന്തിനാ വിളിച്ചുകൊണ്ടിരിക്കണേ? അതാക്ക്. ശരി കണ്ടിന്യൂ പറഞ്ഞോ. എന്താ ഈ ഒരു സൗകര്യം തീർന്നില്ലോട്? എത്ര നേരമായിരുന്നു ഞാൻ വണ്ടിമേ വരുന്ന? റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ചോണ്ട് ബുദ്ധിമുട്ടി വണ്ടി ബൈക്ക് നിർത്തി പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോ വൈഫ് ഇന്നൊരു 4 പ്രാവശ്യം ഇതിന്റെ ഈ കണ്ടന്റ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളുണ്ടല്ലോ, ഇത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന്റെ ടെൻഷനാണ് നമ്മുടെ മനസ്സിൽ മൊത്തം. ഇവരാണ് വിളിക്കുന്നത്, ഇതിന്റെ ആൾക്കാരെ വിചാരിച്ച് നമ്മൾ വണ്ടിയൊക്കെ നിർത്തി റിസ്ക് എടുത്തിട്ട് ഇതൊക്കെ എടുക്കും. എടുത്ത് നോക്കുമ്പോ ആരാ? വൈഫ്. എന്ത് സ്നേഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഓവറായിട്ടുള്ള സ്നേഹം ഉണ്ടല്ലോ, തീരെ പിടിക്കണില്ല. ചേഴ്സ്. എന്നാലും ഇത് ഈ ഗൾഫിൽ നിന്ന് കൊണ്ടിരുന്ന സാധനമായി ഒരു തരം പ്രത്യേക ടേസ്റ്റ്. എനിക്ക് തീരെ പിടിക്കൂല എല്ലാ സമയത്ത്. ഒരു ചീഞ്ഞ സ്മെല്ല്. ആ ടേസ്റ്റാ. ലോക്കൽ അടിച്ച് ശീലായി. ഭാര്യ വിളിച്ചു ഇപ്പൊ അതിനിങ്ങനെ കുറ്റം പറയരുത്. കാരണം എന്നെ വിളിക്കാനും ഇടയ്ക്കാൻ വിളിച്ച് അന്വേഷിക്കാനൊക്കെ ആ ഒരു മനസ്സിൽ മനസ്സിലാക്കും. എനിക്കറിയ കാര്യങ്ങൾ. സംഭവം എന്താ പറഞ്ഞാൽ നമ്മള് എന്തെങ്കിലുമൊക്കെ ഇൻവോൾവ് ആയി നിൽക്കണം, എന്തെങ്കിലുമൊക്കെ ചിന്താഗതിയിലോ. അതിനൊക്കെ ബ്ലോക്ക് ചെയ്യോടോ. ഈ കോൾ വരുമ്പോ ഒന്നും വേണ്ട. നമ്മൾ വീട്ടിലത്തെ ടെൻഷനൊക്കെ ഒഴിവാക്കിയിട്ടാവും പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇരിക്കണേ. എന്തെങ്കിലും ചർച്ചയാവും, എന്തെങ്കിലും ഒരു പദ്ധതി ആവിഷ്കരിക്കുകയാവും, അതിന്റെ ആസൂത്രണമാവും നടത്തുന്നത്. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് അറിയോ? നമ്മൾ ആ ഒരു ഫ്ലോ ഉണ്ട് കളയും, അത് ബ്ലോക്ക് ചെയ്യും. ആ ചിന്താഗതിനെ മൊത്തം ബ്ലോക്ക് ചെയ്യുക. ഇതടാ പിന്നെയും വിളിക്കണ്. ചെറുത്തൊരു കഷ്ടം നോക്കിയ. ഞാൻ സൈലന്റ് ആക്കി വെച്ചേക്കാണ് ശല്യം കാരണം. ഹലോ എന്താ പറഞ്ഞേ? പടച്ച തമ്പുരാനെ, അന്നോടല്ലേ ഞാൻ പറഞ്ഞു മോളെ ഞാനിവിടെ എത്തിയിട്ടുള്ളൂ, കുറച്ചു കഴിഞ്ഞിട്ട് വിളിക്കാന്ന്. എന്താണ് ഈ പിന്നെ വിളിച്ചോണ്ട് ആളെ പിന്നെ ആന്താക്കിക്കൊണ്ടിരിക്കുക? എന്തൊരു കഷ്ടം. ഞാൻ അവിടെ നിന്ന് വന്നില്ലേ? ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞില്ലേ ഇവിടെ എത്തിന്ന് പറഞ്ഞില്ലേ? എനിക്കൊരു കുഴപ്പമില്ല കാണാൻ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ എത്തും. അപ്പൊ കണ്ടൂടെ? ഇത് എന്നെ തന്നെയല്ലേ കണ്ടുകൊണ്ടിരിക്കണേ നീ ഡെയിലി എന്ന് പറയണ പോലെ. പിന്നെ എന്തിനാണിത്? നിനക്ക് ബോറടിക്കണില്ലേ? ദേഷ്യം പിടിക്കണം. നിനക്ക് ബോറടിക്കണില്ല എന്നെ കണ്ടുകൊണ്ടിരുന്നിട്ട്? ഇങ്ങനെ എനിക്ക് ബോറടിക്കുന്നുണ്ട്. പക്ഷെ എന്ത് കഷ്ടം നോക്കി. എന്തിനാ ഓവറായിട്ട് സ്നേഹിക്കണ്? ശരി എന്നാ ഓക്കെ കട്ടി. എന്തൊരു കഷ്ടം. ഇവിടെ എന്താ പറയണത്? ഇത് നോക്കി ഞാൻ വന്നിട്ട് ഇപ്പൊ ഈ കണ്ടില്ലേ? ഒരു മിസ് കോളിൽ കഴിഞ്ഞേക്കണ്. സൈലന്റ് ആക്കി വെച്ചില്ല പക്ഷെ ലേറ്റ് എത്തുമ്പോ കണ്ണ് അതിലേക്ക് പോവാണ് കാഴ്ച. എന്തപ്പോ ചെയ്യാ? എനിക്ക് ഭ്രാന്ത് കേറുണ്ട്. സംസാരിക്കുക അതെന്തോ ആയിക്കോട്ടെ. അതെന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് അവര് വീട്ടിലിരിക്കുന്നവര് ബേജാറുണ്ടായിരിക്കും. അത് അന്നൂറിന് ഇഷ്ടം കൊണ്ടാണ്. സംഭവം ശരിയാണ്. അതിന് അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഏറ്റവും വലിയ സംഭവം തന്നെ ഇനിയിപ്പോ ഞാൻ എവിടെ എന്ത് കറക്റ്റ് ഞാൻ പറഞ്ഞ സ്ഥലം തന്നെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? വീഡിയോ കോൾ ചെയ്യും വാട്സപ്പിൽ. അപ്പൊ ഞാൻ ഹരിയുടെ അടുത്താണ്, ഇതൊക്കെ കാണിച്ചു കൊടുക്കേണ്ടി വരും. എവിടെ അങ്ങനത്തെ പരിപാടി ചെയ്യേ. ഞാൻ എന്തിനാ വന്നതെന്ന് അവൾക്കറിയില്ല. നമുക്ക് ഇതൊന്ന് ചെറിയതായിട്ട് മനസ്സോർന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരു രക്ഷയില്ല. ഇല്ലേ, ഞാനൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടെന്നല്ല പറഞ്ഞു. മെയിൻ ആയിട്ട് നമ്മുടെ സംഭവം എന്തായാലും നമുക്ക് ആ 96 വിളിക്കട്ടെ.
പോട്ടെ. നമുക്ക് 96 ഡയറി എന്തായാലും നമുക്ക് ആ ഒരു കഷ്ടം. ആ ബാച്ചിന്റെ കാര്യം ഒന്ന് ക്ലിയർ ചെയ്യണം നമ്മുടെ. അതെന്താ പറഞ്ഞാൽ ആ പ്രോഗ്രാം നടന്നില്ല, ഭയങ്കര മോശമാണ്. എത്ര ബാച്ചെല്ലാം നടത്തി ഒരു മിനിറ്റ്. ഹലോ, എന്താ എനിക്ക് പ്രാന്തായിക്കണ കൊലാക്ക്? ഞാൻ കുറെ നേരമായാലും പറഞ്ഞോട് വിളിക്കണ്ട പിന്നെ എന്താ വിളിച്ചോണ്ടിരിക്കണേ? എനിക്ക് വായിൽ തെറിയാ വരുന്നേ. എന്താ ഉണ്ടാക്കണ്ട്? ഓ, എന്തേലും ഉണ്ടായിക്കോ. ഇത് വല്ലാത്തൊരു ഇഷ്ടാട്ട എന്റെ. അതേ, ചപ്പാത്തി ഉണ്ടാക്കിക്കോ. ചപ്പാത്തി ഉണ്ടായിക്കോട്ടാ. ആ, എന്റെ ഫോണ് ചപ്പാത്തി മതി. എന്റെ ഫോണ് ചാർജ് കഴിയാറായിരിക്കും. ഇപ്പൊ ഓഫ് ഔട്ടാ. ഇനി വിളിച്ചിട്ട് കിട്ടില്ല, ഒന്നും ടെൻഷൻ അടിക്കുന്ന. ചാർജ് ചെയ്തതിനു ശേഷം വിളിക്കണ്ട അങ്ങോട്ട് കേട്ടോ. എനിക്ക് ഇഷ്ടല്ല നിനക്ക്, എനിക്ക് എന്നോട് ഇഷ്ടല്ല എന്ന് ഞാൻ പറയണില്ലല്ലോ മോളെ. നീ എന്നെ ഇങ്ങനെ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കല്ലേ പ്ലീസ്. കടമോള് ഒരു കാര്യം ചെയ്യും. ഞാൻ അങ്ങോട്ട് വന്നിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഞാനൊരു കാര്യം സംസാരിച്ചു. പ്ലീസ് ഒന്ന് കട്ട് ചെയ്യടി പ്ലീസ്. ഇനിയിപ്പോ ഫോൺ ഓഫ് ആവും 2% ഉള്ളതിൽ. അതൊക്കെ ശരിയാണ്. അതൊക്കെ ശരിയാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ പെട്ടെന്ന് എത്താം. ഓക്കെ, നോ ടെൻഷൻ. ഓക്കെ, ഇനി വിളിച്ചാൽ കിട്ടില്ല, ഒന്നും ഇനി ടെൻഷൻ അടിക്കണ്ട കേട്ടോ. ഓക്കെ ശരി ഓക്കെ. അയ്യോ, മനസ്സിലായ എത്രത്തോളം ഞാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഈ കോളില്. അയ്യോ, അപ്പൊ നമുക്ക് ആ സംഭവം എത്രയും പെട്ടെന്ന്, ഏത് 96 ഡയറി, ആ 96 ബാച്ചിൻ്റെ പ്രത്യേകമായിട്ട് ഞാൻ പറയണത് എന്താ പറഞ്ഞാൽ, മറ്റുള്ള ആൾക്കാർ നടത്തിയ ആ ബാച്ചൊക്കെ അപ്പുറത്തേക്ക് പോകണം. നമ്മളെ ബാച്ച് ചെയ്യുന്ന പരിപാടി ഗംഭീരം. പക്ഷെ നമ്മൾ വാട്സപ്പിൽ മാത്രമേ ചർച്ച ചെയ്യുക, പിന്നെ അവരങ്ങോട്ട് പോവാ, പിന്നെ ഒരാൾ വരുന്നില്ല അതില്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മള് പണ്ടാ പഠിച്ചിരുന്ന പോലെ സമയമല്ലോ. അതല്ല, എല്ലാവർക്കും അവരുടേതായ ഉത്തരവാദിത്തങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. ശരിയാണ്. ഈ വാട്സപ്പ് നോക്കിയിരിക്കാൻ പറ്റില്ല. അങ്ങനെ വിഷയം കൂടി ഉണ്ട്. ഇതെല്ലാം ഇതില് ഇൻവോൾവ് ആവണ്ട. വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്, വേണം. നമ്മളെല്ലാരും ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഇതിൽ കുറെ ബുദ്ധിമാന്മാരുണ്ട്. കാരണം എന്റെ കാശ് എന്താകും. ശരിയാ. അപ്പൊ എല്ലാവരോടും ഒരേപോലെ പിരിവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അല്ല, അത് കറക്റ്റ്. ഞാൻ ഉദ്ദേശിച്ചുള്ളത് അങ്ങനെ തന്നെ. പക്ഷെ ഇതിൽ ഏറ്റവും സംഭവം തന്നെ ഈ അടുക്കും. കാരണം എന്താ വെച്ചാല് ഇഞ്ചി ഏറ്റെടുത്ത പിന്നെ മറ്റൊന്നും നോക്കൂല. അവിടെ ഭാര്യ വന്നിട്ട് ചെലവാക്കായി. അതുകൊണ്ട് ഇപ്പൊ ചെലവാക്കാനും ഇല്ല. പത കുടുങ്ങി കിടക്കണം. അതന്നെ പറഞ്ഞത്. ഇതെന്താ സംഭവം എന്നാണ് ഇപ്പൊ ഈ പറഞ്ഞപ്പോഴാണ് ഇത് ഏകദേശം അടുക്കും തോറും ഓരോരുത്തർ പിൻവലിയുണ്ട്. ഫണ്ട് തരും എന്നൊക്കെ നമുക്ക് ഏകദേശം തോന്നിയിരുന്ന ആൾക്കാർ അവരൊക്കെ ഏകദേശം ബാക്കിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു കാര്യം ഇപ്പൊ തന്നെ പറയും, പണ്ടൊക്കെ നേരത്തെ തന്നെ ഇടണം എല്ലാവരും. ആ വലിയ സംഖ്യ ഒന്നും വരുന്നില്ലല്ലോ. ആ ബാച്ചിന്റെ ടീമിന് പരിപാടിയല്ല. അതൊക്കെ സിമ്പിൾ ആയിട്ട് നടത്താവുന്ന എല്ലാവരും കൂടി കഴിഞ്ഞാൽ. എന്തായാലും നോക്കാം. നിനക്ക് ചെറുതിങ്ങനെ അതൊരു സുഖം. ഞാൻ കുറച്ച് കൂടുതൽ എപ്പോഴും അടിക്കണില്ലല്ലോ, എപ്പോഴെങ്കിലും അല്ലേ ഉള്ളൂ. കേറട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കുറച്ച്, വളരെ കുറച്ച്. വേണ്ട, കുറച്ച് മതി. വെള്ളം ഓവറായ കേറില്ല. ആകെ 2-3 കൂടുള്ളൂ. വെള്ളത്ര മതി. പിന്നെ അതോ ഇനി വിളിക്കാണ്ട് ഇന്ന് അതിക്ക് ഓഫ് ചെയ്ത് വെച്ചാൽ ആലോചിക്കുന്നുണ്ട്. എന്ത് സംഭവം നിനക്കൊക്കെ അങ്ങനെ വിളിക്കാന് ആ സ്നേഹം പറയാനൊരാളുണ്ടാകുന്ന പറഞ്ഞാൽ അതൊരു സുഖമാണ്. നിന്റെ അവസ്ഥ ആലോചിച്ചു. എന്റെ അവസ്ഥ എനിക്ക് സന്തോഷം തോന്നുന്നു. എന്റെ ഒക്കെ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. സന്തോഷം 6 മാസമായി പോയിട്ട് ഞാൻ ഇടയ്ക്ക് വിളിച്ചു നോക്കും. ഫോൺ എടുക്കൂല. കട്ട് ചെയ്യും. എടുക്കില്ല. കട്ട് ചെയ്യേ. അപ്പൊ വിളിച്ച തീരെ എടുക്കൂല. ഇപ്പോ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അവരച്ഛനെ വിളിക്കലുണ്ട്, അവളെ അമ്മയ്ക്ക് വിളിക്കലുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കാണുമ്പോഴൊക്കെ സംസാരിക്കും. പറഞ്ഞിട്ടുണ്ടായി അല്ലടാ, ഈ കോംപ്രമൈസ് അന്ന് സംസാരിച്ചിട്ടൊന്നും ആവില്ല. സംസാരിക്കാനില്ല. ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കില്ല. പിന്നെ വേറൊരാൾ പറഞ്ഞാൽ കേൾക്കണ്ടേ. ഇപ്പൊ ഈ തന്നെ പോയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ കാര്യം പറയാനെന്ന് പറഞ്ഞാല് ഹരിയുടെ കാര്യമാണെങ്കിൽ മിണ്ടണ്ട, അത്രേ പറയൂ. പിന്നെ അത് സംസാരിക്കാൻ സാവകാശം കൊടുക്കണ്ടേ. ഇതിനൊരു സമയം നിന്ന് കേൾക്കാനുള്ളൊരു മനസ്സ് കാണിക്കണ്ടേ. ഒരു അലിവുണ്ടാകണില്ല അല്ലെ മനസ്സിന്. എന്താ ചെയ്യ.
മടുത്തിടും. ഞാനിപ്പോ സത്യം പറഞ്ഞ നമ്മളെ ഈ വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടല്ലോ സ്കൂളിൽ, ഉം. അതിലെനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം വെച്ചാൽ ഇനിയിപ്പോ അത് കൂടുമ്പോ എല്ലാവരും വൈഫ് എവിടെ, ഇങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോ അതിന് മറുപടി പറഞ്ഞു ഞാൻ കാര്യമാക്കണ്ട, അത് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയണതല്ലേ വിഷയം. പക്ഷെ എന്ന് വെച്ചാൽ അത് അല്ല, നിനക്ക് ഇത് ഒഴിവാക്കിയിട്ട് ഡിവോഴ്സ് ആക്കിയിട്ട് വേറെ ഒന്നും കല്യാണം കഴിക്കാനുള്ള ശ്രമിച്ചൂടെ? അത് കഴിയില്ല. ഇനി വേറൊരു കല്യാണം എന്ന് പറഞ്ഞാൽ അതും സാധിക്കില്ല. മനസ്സുകൊണ്ടേ അവൾക്ക് വരഞ്ഞ് വേറെ മനസ്സിൽ വരാൻ നമുക്ക് പറ്റില്ല. ഞാനിങ്ങനെ ആലോചിക്കണം, ഇതൊക്കെ എത്ര ഭാഗ്യവാനാണ് എന്റെ ഭാര്യ കിടക്കിടക്ക് വിളിച്ചു. ഈ ഫോണിലേക്ക് നല്ലൊരു കോള് വന്നിട്ട് എത്ര ദിവസമായി. ആരെങ്കിലും ഇതുപോലെ കണ്ടുപിടിക്കാനോ മറ്റുള്ള വിഷയങ്ങളൊക്കെ കളിക്കുന്നല്ലാതെ സ്നേഹത്തോടൊരു വിളി ആരുമില്ല. അടുത്ത ടെൻഷൻ അടിക്കണ്ട. ഞാൻ അപ്പൊ അത് നമ്മളാ മൂഡ് മൊത്തത്തിൽ പോയി. ടെൻഷനൊന്നുമില്ല. പക്ഷെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കാണുന്നവരൊക്കെ ഞാൻ ഭയങ്കര ഭാഗ്യവാനാ. അതെ. പക്ഷെ മനസ്സ് ഹരി, കൂളാവ്, ടെൻഷൻ അടിക്കല്ലേ. എനിക്കും കൂടെ ടെൻഷൻ ആവും. എന്ന് കൂട്ടാ അങ്ങനെ ഒരു സംഭവം ഉണ്ടാ സ്വസ്ഥത അനുഭവിച്ചിട്ടുണ്ട. ഞാനേ എന്റെ വൈഫിനൊന്ന് വിളിച്ചിട്ട് പറയട്ടെ, പെട്ടെന്ന് പറഞ്ഞു. പിന്നെ പാവാണ്. അതാ വേണ്ട. ഇനി അവള് വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കുക. നഷ്ടപ്പെട്ടാൽ അതിന്റെ വേദന അറിയുള്ളൂ, വില അറിയുള്ളൂ. ഫോണ് സംസാരിക്കും. ആ എടി, അതെ, ഈ ചപ്പാത്തിക്ക് എന്താ കറി ഉണ്ടാക്കിയുള്ളത്? ചിക്കൻ ഉണ്ട് അല്ലേ? ഞാനൊരു അരമണിക്കൂർ അതിൻ്റെ ഉള്ളിലോട്ട് എത്തും. മക്കൾ ഉറങ്ങിയ? അന്ന് ശരി കേട്ടാ, ഞാൻ വിളിക്കണ്ട കേട്ടാ. അത് ഞാൻ അങ്ങോട്ട് വരാം. ആയിക്കോട്ടെ, ഓക്കെ, ബൈ. ഭാഗ്യവാനാടായി. നേരത്തെ വിളിച്ചു ചോദിച്ചെന്താ നമുക്ക് എന്താ ഭക്ഷണം ഉണ്ടാക്കുന്നത്, എന്റെ ഇഷ്ടത്തിന്. മനസ്സിലാക്കാൻ പറ്റുന്നില്ല ചില സമയത്ത്. അവളെ ഒന്ന് മിസ് ചെയ്തത് കുട്ടികളെ. ചില സമയത്ത് ബുദ്ധിമുട്ടുണ്ടാവും. നല്ല അവളൊന്ന് ഫോൺ എടുക്കാതിരിക്കും കേട്ടാ. നീ ഒരു കാര്യം ചെയ്യും, ഇനി കഴിക്കണ്ട. ഇല്ലല്ല, നീ കഴിക്കില്ല, ഞാൻ പോട്ടെ. ആരെ വീട്ടിൽ തന്നെ പോയി കേട്ടാ. താങ്ക് യു. അങ്ങോട്ട് തന്നെ പോണ്ട്. ഓക്കെ, വിളിക്കട്ടാ. ഓക്കെടാ, ബൈ.